അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഒരു മിഠായി കിട്ടിയാൽ പോലും നമ്മുടെ അമ്മമാർ നമുക്കായി മാറ്റി വെക്കും അല്ലേ. ഇത് വീട്ടിൽ നിന്നുണ്ടായ നല്ല നാടൻ കപ്പപ്പഴവും പൂവമ്പഴവും ആണ് കേട്ടോ. കൊണ്ടുവന്നപ്പോൾ പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലത്തോലൊടിച്ച് നന്നായി മൂടി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കപ്പപ്പഴം ഏകദേശം നന്നായി പഴുത്തിട്ടുണ്ട്. പക്ഷേ പൂവമ്പഴത്തിന് ചെറുതായിട്ട് കളറ് വീഴുന്നതേ ഉള്ളൂ. 3-4 ദിവസവും കൂടി എടുക്കും നന്നായിട്ട് പഴുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കപ്പപ്പഴം പഴുത്ത കപ്പപ്പഴം നമുക്ക് നല്ല ഷേക്ക് അടിക്കാം. ബാക്കിയുള്ള പൂവമ്പഴം നമുക്ക് പാലത്തോല് വെച്ച് പിന്നെയും മൂടി വെക്കാം. 3-4 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഷേക്ക് അടിക്കാം. ഷേക്ക് അടിക്കാനായിട്ട് പാല് നന്നായിട്ട് കട്ടിയാക്കി ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തിക്കോൽ എടുത്തിട്ട് നന്നായി അടിച്ച് പൊട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പപ്പഴം നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് കപ്പപ്പഴം ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നല്ല കട്ട പാലും കുറച്ച് ലൂസും ഉണ്ട് കേട്ടോ. പാൽ ഒരുപാടും കട്ടിയായിട്ടില്ല. അത് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കാം. ബൂസ്റ്റാണ് കേട്ടോ അടുത്തതായിട്ട് ഇടുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കണം. പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞു വരണം. അതിനുശേഷം ഒരു ഗ്ലാസ്സിനകത്തോട്ട് നല്ല കട്ട ഷേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കുറുകുറായിരിക്കുന്ന ഷേക്കാണ്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഐസ്ക്രീമും കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ആയിരിക്കുമല്ലോ, അത് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.